ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയാത്തതുകൊണ്ട് മാത്രം നിങ്ങൾ തിരിച്ചറിയാതെ പോയ ചില പൊയ്മുഖങ്ങളുണ്ട്. കാലം തിരിച്ചടികൾ നൽകും വരെ അവർ ആ പൊയ്മുഖം തന്നെ അണിഞ്ഞുകൊണ്ടിരിക്കും. ഏറ്റവും വിഷമകരമായ ഘട്ടങ്ങളിൽ പോലും നിങ്ങളുടെ വിശ്വാസം കൈവിടാതിരിക്കുക. ഒന്നും ഒന്നിൻ്റെയും അവസാനമല്ല. ഒരു അസ്തമയമുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഉദയമുണ്ടാകും. സ്നേഹം ഒരു ബന്ധമായി മാറുമ്പോൾ അത് ബന്ധനമായി തീരുന്നു. സ്നേഹം ഒരു അവസ്ഥയായി മാറുമ്പോൾ അത് സ്വാതന്ത്ര്യമായി തീരുന്നു. അവഗണിക്കുന്ന കൊട്ടാരങ്ങളിൽ അപേക്ഷയുമായി നിൽക്കുന്നതിനേക്കാൾ നല്ലത് അർഹിക്കുന്ന സ്ഥലത്ത് അന്തസ്സോടെ നിൽക്കുക എന്നതാണ്. ഓർക്കുക, അവഗണനയാണ് ഏറ്റവും വലിയ അപമാനം. ദേഷ്യത്തെ പേടിക്കണ്ട, അത് സ്നേഹം കൊണ്ടാണ്. പക്ഷേ അവഗണനയെ പേടിക്കണം, അത് വെറുപ്പുകൊണ്ടാണ്. ജീവിതത്തിൽ തെറ്റുകളും അബദ്ധങ്ങളും സ്വാഭാവികം മാത്രമാണ്. അത് ന്യായീകരിക്കാൻ ശ്രമിക്കാതെ തിരുത്താൻ ശ്രമിക്കുക. സ്നേഹിക്കാൻ ആദ്യം വേണ്ടത് സത്യം പറയുന്ന ഒരു നാവും അഭിനയിക്കാൻ അറിയാത്ത ഒരു ഹൃദയവുമാണ്. മിക്ക മനുഷ്യരും അവരുടെ കാഴ്ചപ്പാടുകൾ അവർ ജീവിക്കുന്ന ലോകത്തിൻ്റെ പരിമിതികൾക്കൊത്ത് വെട്ടിച്ചുരുക്കുന്നു. ജീവിതം എപ്പോഴും സങ്കീർണമായിരിക്കും. അതിനാൽ കാര്യങ്ങൾ എളുപ്പമായി തീരുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കരുത്. എല്ലാം ശരിയായതിന് ശേഷം സന്തോഷിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടിയെന്ന് വരില്ല. ചെയ്യരുതെന്ന് ഉറപ്പുണ്ടായിട്ടും ചെയ്തു പോയ ചില തെറ്റുകളേക്കാൾ നിങ്ങളെ വേദനിപ്പിക്കുക ശരിയെന്നുറപ്പിച്ച് ചെയ്ത കാര്യങ്ങൾ പിന്നീട് തെറ്റായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോഴാണ്. നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ ഉയർന്ന തലങ്ങൾ അറിയണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നിരന്തരമായ ബോധം ഉണ്ടായിരിക്കണം. ഏത് പ്രശ്നം മുന്നിൽ വന്നാലും മനസ്സിൽ ആദ്യം വരുന്നത് പരിഹാരചിന്തയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും. വളരെ വ്യത്യസ്തമായ ഒന്നാണ് മനുഷ്യൻ്റെ മനസ്സ്. കിട്ടിയതിനെ ഓർത്ത് സന്തോഷപ്പെടില്ല, കിട്ടാത്തതിനെ ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കും. ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ചതിക്കപ്പെട്ടവരും തോറ്റുപോയവരും ഹൃദയം പൊട്ടി വേദനിച്ചവരും എല്ലാം കളങ്കമില്ലാത്ത സ്നേഹം കൊടുത്ത് ആത്മാർത്ഥമായി പെരുമാറിയ മനുഷ്യരാണ്. നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം, അത് ചെറുതോ വലുതോ എന്തുതന്നെ ആയിക്കൊള്ളട്ടെ, അത് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ശരി. വാക്കുകൾ വജ്രങ്ങളാണ്. ഉപയോഗിക്കാൻ അറിയുന്നവൻ്റെ കൈകളിൽ അതിന് മൂല്യവും തിളക്കവും വർദ്ധിക്കുന്നു. എന്നാൽ അറിവില്ലാത്തവൻ്റെ കൈകളിൽ ഹൃദയം കുത്തി മുറിപ്പെടുത്താൻ കഴിയുന്ന ചില്ലുകഷ്ണം മാത്രമാകുന്നു. സൗന്ദര്യം ശ്രദ്ധ ആകർഷിക്കുന്നു, എന്നാൽ സ്വഭാവം ഹൃദയത്തെ ആകർഷിക്കുന്നു. നിങ്ങൾക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയില്ല എന്ന് കണ്ടാൽ ലക്ഷ്യം മാറ്റരുത്. എത്തിച്ചേരേണ്ട വഴികൾ മാറ്റി ചിന്തിക്കുക. ക്ഷമിക്കും തോറും കുറഞ്ഞു പോകുന്നത് നിങ്ങളുടെ മനസ്സമാധാനമാണെങ്കിൽ ആ ക്ഷമ കൊണ്ട് വേദനിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ചിലതൊക്കെ ക്ഷമിക്കുക, ചിലതൊക്കെ മറക്കുക, എന്നാൽ ചിലത് എന്നേക്കുമായി ഉപേക്ഷിക്കേണ്ടതാണ്. അതിനെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കൊണ്ടാണ് പലരും വീണ്ടും വീണ്ടും വേദനിക്കുന്നത്.